പ്രണയിനി ഭാഗം 19. തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്ന നന്ദനും ശില്പയും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ രണ്ട് വഴിക്കായി നടന്നു നീങ്ങി. നന്ദൻ മുറിയിൽ പോയപ്പോൾ ശില്പ ഫോണുമായി കിച്ചണിലേക്ക് പോയി. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വീണ്ടും വീണ്ടും ഞാൻ ഈ പൊട്ടൻ്റെ കൈക്കുള്ളിൽ കുടുങ്ങുകയുള്ളൂ. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ എനിക്ക് എഡിനുമായി പ്രണയത്തിലാവണം. നന്ദനേക്കാളും അർണവിനേക്കാളും എത്രയോ ബെറ്റർ എഡിൻ തന്നെയാണ്. അവനൊപ്പമുള്ള ജീവിതമാണ് ശരിക്കും സ്വർഗതുല്യമായിരിക്കും. പക്ഷേ അതിനു മുന്നോടിയായി നന്ദനിൽ നിന്നും ഇനി കുറച്ചകന്നു നിൽക്കുന്നതാണ് നല്ലത്. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് അവനോട് അകലാൻ ശ്രമിക്കാം. എന്നാലേ എഡിൻ എന്നെ കൂടെ കൂട്ടുള്ളൂ. എഡിൻ്റെ അടുത്തെത്തിയാൽ പിന്നെ ആ കീർത്തനക്കും അർണവിനുമൊക്കെ പണിക്ക് പുറമെ പണി ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. സമയം ആവട്ടെ. മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി എഡിയുടെ പേര് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവനുമായി നല്ലൊരു ബന്ധത്തിലെത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളിൽ. അങ്ങനെ കുറേ നേരത്തെ തിരച്ചിലിന് ശേഷം എഡിയുടെ അക്കൗണ്ട് കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അവൾ അവന് റിക്വസ്റ്റ് അയച്ചു, കൂടെ മെസ്സേജും. എന്നാൽ മുറിയിൽ കിടക്കുന്ന നന്ദൻ്റെ ചിന്ത ആരുവിലും കീർത്തുവിലുമായിരുന്നു. എന്തുകൊണ്ടോ കുറേ നാളുകൾക്ക് ശേഷം കൺമുന്നിൽ ആരുവിനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ അവളോടുള്ള പ്രണയം പുറത്തു വരുന്നത് ഞെട്ടലോടെ അവൻ മനസ്സിലാക്കി. കൂട്ടത്തിൽ കീർത്തുവിനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനും അവൻ്റെ ഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഇനി ചിന്തിച്ചുകൂടാ. ശില്പ, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിലും ജീവിതത്തിലും അവളും കുഞ്ഞും കഴിഞ്ഞിട്ടേ വേറെന്തുമുള്ളൂ. കീർത്തുവിനോട് തോന്നുന്ന വാത്സല്യം, അതിൽ തെറ്റൊന്നുമില്ല. അവൾ എന്നെ അനിയത്തിയല്ലേ. അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളുടെ ഷോക്കും ദേഷ്യവും അവളിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണല്ലോ എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത്. അതെനിക്ക് അവളെ എവിടേക്ക് കൊണ്ടുവന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവളെ കാണുമ്പോൾ മുമ്പത്തെ പോലെ എൻ്റെ ഹൃദയം തുടിക്കുന്നത് എന്തുകൊണ്ടാ? അവളോടുള്ള ഇഷ്ടം എനിക്ക് പൂർണ്ണമായും മറക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഞാനിനി എന്താ ചെയ്യുക? ഇനി അവളെ കാണുന്നത് ഒഴിവാക്കണം. അതേ വഴിയുള്ളൂ. മനസ്സിൽ പലതും കൂട്ടിയും കുറച്ചും കൊണ്ട് അവനും കിടന്നു. അവൻ ശില്പയെ ഓർത്തുകൊണ്ട് ഓരോ തീരുമാനം എടുക്കുമ്പോൾ മറുവശത്ത് ശില്പ അവനുമായി അകലാനുള്ള വഴികൾ തേടുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവൻ അറിഞ്ഞില്ല തൻ്റെ ജീവിതം ഇല്ലാതാകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോണത് എന്ന്. ഇതേസമയം അപ്പുവിൻ്റെ ഫ്ലാറ്റിൽ അപ്പുവിൻ്റെ കൂടെ ചെയറിലിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് ചായ കുടിക്കുകയാണ് എഡി. രണ്ടുപേരുടെയും സംസാരത്തിൽ കമ്പനി വിഷയങ്ങളും അല്ലാത്തവയുമൊക്കെ കടന്നു വരുന്നുമുണ്ട്. ആരുവും കീർത്തവുമാണെങ്കിൽ സോഫയിലിരുന്ന് TV കാണുകയാണ്. കയ്യിൽ വലിയൊരു ചിപ്സിൻ്റെ പാക്കുമുണ്ട്. ആരു പതിയെ ചിപ്സും കഴിച്ച് TV കാണുമ്പോൾ കീർത്തു എഡിയുടെ ഫോണിൽ കളിയാണ്. അവൻ്റെ ഗാലറിയിൽ നിന്ന് അച്ഛനെയും അമ്മയും ഒക്കെ അവൾ നോക്കുകയും അടുത്തിരിക്കുന്ന ആരുവിനെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇടം കണ്ണാലെ എഡി നോക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ നോക്കുന്നത് കാണുമ്പോൾ ആരു നല്ല കുട്ടിയായി ഫോണിൽ നിന്നും TVയിലേക്ക് നോട്ടം മാറ്റും. വീണ്ടും അവൻ്റെ ശ്രദ്ധ മാറിയാൽ കണ്ണ് ഫോണിലേക്ക് തന്നെയായിരിക്കും. കുറുമ്പി പെണ്ണ്, ആരും കാണാതെ നോക്കുന്നത് നോക്കിയേ. നീ എന്ത് കുറുമ്പ് കാണിച്ചാലും നിന്റെ ഇച്ഛാനതറിയില്ലേ ബൊമ്മക്കുട്ടി. എഡി നോക്കുന്നുണ്ടോ എന്ന് നോക്കി കീർത്തുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്ന് ഫോൺ നോക്കുന്ന ആരുവിനെ നോക്കി കുസൃതിയോടെ അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവരുടെ ഒളിച്ചുകളി തുടർന്നുകൊണ്ടിരിക്കെ എന്തോ മെസ്സേജ് വന്നത് കണ്ട കീർത്തു ഒരു സംശയത്തോടെ എഡിയുടെ ഫോണിലെ FB ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടു അതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്ന ശില്പയെ. ഒരു നിമിഷം കീർത്തു അത് നോക്കിയിരുന്ന ശേഷം എഡി കാണാതെ അത് ആരുവിനെ കാണിച്ചു. അപ്പോൾ ആരുവും ഞെട്ടിക്കൊണ്ട് അതിലേക്ക് നോക്കി. പക്ഷെ എന്തുകൊണ്ടോ അവളുടെ മുഖം അവൾ പോലും അറിയാതെ വീർത്തു വന്നിരുന്നു. ചേട്ടായി! ദേഷ്യത്തോടെ അലറിക്കൊണ്ടുള്ള കീർത്തുവിൻ്റെ വിളിയിൽ എഡിയുടെ കയ്യിലെ പഴംപൊരി അങ്ങനെ തന്നെ നിലത്തേക്ക് വീണു. എന്തോ നാടി പെണ്ണേ? ഞെട്ടിക്കൊണ്ട് എഡി ചോദിച്ചപ്പോൾ അതേ അവസ്ഥയിലായിരുന്നു അപ്പുവും. ആരു ആണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ അതോ മറ്റു പലതുമാണോ തനിക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ എഡിയെ തന്നെ കണ്ണും ചുണ്ടും ഒരുപോലെ കൂർപ്പിച്ച് വെച്ച് നോക്കുവാണ്. എന്നാൽ കീർത്തുവിൻ്റെ അലർജിയിൽ എഡി ആരുവിനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ഇരുവരും കാര്യമറിയാതെ നോക്കി നിൽക്കുന്നത് കണ്ട കീർത്തു ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്തു. പിന്നെ ഫോണുമായി എഡിക്കരികിലേക്ക് ചെന്നു. ചേട്ടായിക്ക് ഇവിടെ വേറെ ആരെങ്കിലുമായിട്ട് പരിചയമുണ്ടോ? ഗൗരവത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ എഡി അവളെ ഒന്ന് നോക്കി. എൻ്റെ ഓർമ്മയിലില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എന്തുകൊണ്ടോ നന്ദനെ പരിചയപ്പെട്ടതൊക്കെ എഡി മറന്നു പോയിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്തിനാ ഈ പുന്നാരമോൾ ചേട്ടായിക്ക് റിക്വസ്റ്റ് അയച്ചത്? ശില്പയുടെ അക്കൗണ്ട് കാണിച്ചുകൊണ്ട് കീർത്തു ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ എഡിയും അപ്പുവും ഒരുപോലെ ഫോണിലേക്ക് നോക്കി. അപ്പോൾ അതിലെ ശില്പയുടെ ഫോട്ടോ കണ്ടപ്പോൾ അപ്പുവിൻ്റെ മുഖം ഇരുണ്ടുവെങ്കിലും എഡിയുടെ മുഖത്ത് ചെറുപുഞ്ചിരിയാണ് ഉണ്ടായത്. അത് കീർത്തുവിലുള്ള ദേഷ്യം കൂട്ടി. ഇതായിരുന്നു നീ ഇങ്ങനെ കിടന്ന് തുള്ളിയത്? ഇവരെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയുള്ളൂടാ. സത്യത്തിൽ ഈ പെണ്ണിന് നേരെ ഒരു വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ ഞാനാണ് രക്ഷിച്ചത്. അങ്ങനെ പരിചയത്തിലായതാണ്. പിന്നെ ഇവളുടെ ഭർത്താവിന് ഞാൻ നമ്മുടെ കമ്പനിയിൽ ഒരു ജോലിയും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു.
പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എഡ്ഡി പറഞ്ഞപ്പോൾ കീർത്തുവിൻ്റെയും അപ്പുവിൻ്റെയും മുഖം വലിഞ്ഞു മുറുകി. ഓഹോ, അപ്പോൾ അവിടം വരെ ആയോ കാര്യങ്ങൾ? അവർ വളരെ ഫാസ്റ്റാണല്ലോ. കീർത്തു ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ എഡ്ഡി ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നേ? കർത്താവാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നവളാണ് ശില്പ. പിന്നെ അവളുടെ ഭർത്താവ് നന്ദകിഷോർ. കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തവരാണ് ഇത് രണ്ടും. കീർത്തു പറഞ്ഞു നിർത്തുമ്പോൾ എഡ്ഡി ഞെട്ടലോടെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് പോയിരുന്നു. ഒരിക്കലും മനസ്സിൽ പോലും അവൻ വിചാരിച്ചിരുന്നില്ല ഈ കാര്യം. ശില്പയെ രക്ഷിച്ചതും അവരുടെ ഫ്ലാറ്റിൽ പോയതും നന്ദന് ജോബ് ഓഫർ ചെയ്തതുമൊക്കെ ഓർക്കവേ അവന് അവനോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ പ്രാണനെ കരയിപ്പിച്ചവരാണ്. അവരോട് താൻ അറിയാതെയാണേലും ക്ലോസായി പെരുമാറിയല്ലോ എന്നോർക്കവേ അവൻ്റെ മുഷ്ടി ചുരുണ്ടു. വാട്ട് ദി ഫക്ക്? ഇത് അവരാണോ ഇത്? ഇവളെയാണോ ഞാൻ രക്ഷിച്ചത്? ഇവന് വേണ്ടിയാണോ ജോബ് ഓഫർ ചെയ്തത്? എഡ്ഡിയുടെ ദേഷ്യം കണ്ടപ്പോൾ ആരുപോലും അറിയാതെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിന്നു പോയി. മഹാദേവ, എഡ്ഡിച്ചൻ വീണ്ടും പ്രശ്നമുണ്ടാക്കാനുള്ള ദേഷ്യമാണോ ഇത്? ആരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. എന്നാൽ ഇതേ സമയം കീർത്തുവും അപ്പവുമാണെങ്കിൽ എല്ലാം കൊണ്ടും സന്തോഷത്തിലായിരുന്നു. കാരണം ഇനി ശില്പക്കും നന്ദനുമുള്ള പണികൾ എഡ്ഡി തന്നെ വീണ്ടും പോലെ വേണ്ട വിധത്തിൽ കൊടുക്കുമെന്നവർക്ക് അവൻ്റെ ദേഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി.